ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വമ്പൻ കരാർ വരുന്നു. അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാനൊരുങ്ങുന്നത്. സൈന്യത്തിന് വേണ്ടി 2000 കോടിയുടെ കരാറാണ് അനുമതി നൽകിയിരിക്കുന്നത്. കമ്പനികളുമായി ചർച്ചകൾ നടത്തി 1981.9 കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുക. ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ഡ്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാനുള്ള പ്രതിരോധ ഇടപാടാണ് ഇപ്പോഴിതാ നടക്കാൻ പോകുന്നത്. ഇതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി കഴിഞ്ഞു. ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങുന്നതിന് മൊത്തം 13 കരാറുകളാണ് നടപ്പിലാക്കുക. ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർ ഡിറ്റക്ഷൻ സിസ്റ്റം, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അതിന്റെ ലോഞ്ചറുകളും മിസൈലുകളും, വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകളും, ലോയിറ്ററിംഗ് മ്യൂണിക്കേഷനുകളും, ചെറുകിട ഡ്രോണുകളും, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ, കവചിത വാഹനങ്ങൾ, തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തര നടപടിയായി സൈന്യം ഇപ്പോൾ വാങ്ങുക. സേനയെ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ കരുത്തുറ്റതാക്കുകയും ഉയരുന്ന പുതിയ കാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തമാക്കുക തുടങ്ങിയ ഉദ്ദേശ്യങ്ങളാണ് ആയുധ സംഭരണത്തിന് പിറകിലുള്ളത്. സൈന്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമെങ്കിൽ കാലതാമസം കൂടാതെ ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് EP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എമർജൻസി പ്രൊക്യൂർമെന്റ് മെക്കാനിസം. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നേരിട്ട് ആയുധങ്ങൾ സംഭരിക്കാൻ ഇത് സൈന്യത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ത്യയുടെ ശത്രുക്കളൊന്ന് കരുതിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്.